തെരഞ്ഞെടുപ്പ് കാലത്തെ ചേരിതിരിഞ്ഞുള്ള പ്രവർത്തനം ലീഗ് സമസ്ത ബന്ധത്തിൽ കാര്യമായ ഉലച്ചിലുണ്ടാക്കിയിരുന്നു. ലീഗ് പ്രവർത്തകൻ സമസ്ത മുഖപത്രമായ സുപ്രഭാതം കത്തിച്ചതിനു പിന്നാലെ സുപ്രഭാതത്തിന്റെ ഗൾഫ് എഡിഷൻ ഉദ്ഘാടന ചടങ്ങിൽ നിന്ന് ലീഗ് നേതാക്കൾ ഒന്നടങ്കം വിട്ടുനിന്നിരുന്നു. അപ്പോഴും തർക്കങ്ങൾ കൂടുതൽ വഷളാക്കേണ്ടെന്ന വികാരത്തിലാണ് ഇരു വിഭാഗത്തിലെയും നേതാക്കൾ. എന്നാൽ അടുത്തയാഴ്ച പുറത്തുവരാനിരിക്കുന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പ് ഫലത്തെ ആശ്രയിച്ചാകും അനുരഞ്ജനത്തിന്റെ ഭാവി. അതിനിടെ മുസ്ലിം ലീഗ് സമസ്ത തർക്കത്തിൽ മഞ്ഞുരുകലിന്റെ സൂചനയായി കോഴിക്കോട്ടെ സ്നേഹസദസ്സ് മാറി. ലീഗ് സംസ്ഥാന അധ്യക്ഷൻ സാദിഖ് അലി ശിഹാബ് തങ്ങൾ ആതിഥേയത്വം വഹിച്ച സദസ്സിൽ സമസ്ത അധ്യക്ഷൻ ജിഫ്രി മുത്തുക്കോയ തങ്ങൾ പങ്കെടുത്തിരുന്നു. മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷ പദവിയിലെത്തിയ ശേഷം സാദിഖ് അലി ശിഹാബ് തങ്ങൾ ഏറ്റെടുത്ത പ്രധാന പ്രവർത്തനമായിരുന്നു സ്നേഹസദസ്സ്. സമുദായ ഐക്യം ഊട്ടിയുറപ്പിക്കാൻ ലക്ഷ്യമിട്ട് സംഘടിപ്പിച്ച ഈ പരിപാടിയുടെ കോഴിക്കോട്ടെ വാർഷിക വേദിയിലെ ശ്രദ്ധാകേന്ദ്രം സമസ്ത നേതാവ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ ആയിരുന്നു. ലീഗ് സമസ്ത ബന്ധത്തിൽ മുൻപില്ലാത്ത വിധം വിള്ളൽ വീണ പശ്ചാത്തലത്തിലായിരുന്നു ഇരു നേതാക്കളും ഒരേ വേദിയിലെത്തിയെങ്കിലും ആ പിരിമുറുക്കമൊന്നും നേതാക്കളിൽ പ്രകടമായില്ല. സാദിഖ് അലി ശിഹാബ് തങ്ങൾക്ക് സമീപത്തിരുന്ന ജിഫ്രി തങ്ങൾ സൗഹൃദം പങ്കുവെക്കുന്നതിൽ പിശക് കാണിച്ചില്ല. സാദിഖ് അലിയോട് സ്നേഹയാത്ര തുടരാനായിരുന്നു പ്രസംഗത്തിലൂടെ ജിഫ്രിയുടെ ഉപദേശം. ഇസ്ലാമിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആശയം സ്നേഹവും സൗഹൃദവുമാണെന്നും അത് വളർത്തിയെടുക്കാൻ സാദിഖ് അലി തങ്ങൾ നടത്തുന്ന യാത്ര കേരളത്തിലും പുറത്തും ഇനിയും നടത്തണമെന്നും സമസ്ത പ്രസിഡന്റ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ പറഞ്ഞു. പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ വിളിച്ചു ചേർത്ത സ്നേഹസദസ്സ് തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡിയാണ് ഉദ്ഘാടനം ചെയ്തത്. നമ്മുടെ സംസ്കാരത്തെയും അടുത്ത തലമുറയും സംരക്ഷിക്കാൻ വർഗീയ ശക്തികൾക്കെതിരെ പോരാട്ടം തുടരണമെന്ന് ഉദ്ഘാടനം നിർവഹിച്ച രേവന്ത് റെഡ്ഡി ആവശ്യപ്പെട്ടു. വർഗീയതയ്ക്ക് ഇടം നൽകാത്ത നാടാണ് കേരളമെന്നും അതുകൊണ്ടാണ് രാഹുൽ ഗാന്ധി കേരളത്തിൽ മത്സരിച്ചതെന്നും അദ്ദേഹം പറഞ്ഞു. സ്നേഹസദസ്സിന്റെ സന്ദേശം രാജ്യം മുഴുവൻ വേണമെന്നും അതിനായി ശ്രമിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. വർഗീയതയ്ക്കും വിഭാഗീയതയ്ക്കും എതിരായ ക്യാമ്പയിന്റെ ഭാഗമായി കഴിഞ്ഞ വർഷം സാദിഖ് അലി തങ്ങൾ എല്ലാ ജില്ലകളിലും നടത്തിയ സൗഹാർദ്ദ സദസ്സിന്റെ വാർഷികമായാണ് സ്നേഹസദസ്സ് വിളിച്ചു ചേർത്തത്. സമസ്തയിൽ ലീഗ് വിരുദ്ധരും ലീഗ് അനുകൂലികളും ചേരിതിരിഞ്ഞുള്ള പോരാട്ടങ്ങൾ നടക്കുന്നതിനിടെയാണ് സമുദായ ഐക്യം ഊട്ടിയുറപ്പിക്കാൻ ലക്ഷ്യമിട്ട് ഈ പരിപാടി സംഘടിപ്പിച്ചത്. അതേസമയം സമസ്തയുടെ കാരണം കാണിക്കൽ നോട്ടീസിന് വിധേയനായ ബഹാവുദ്ദീൻ നദ്വിക്ക് പ്രത്യക്ഷ പിന്തുണയുമായി മുസ്ലിം ലീഗ് രംഗത്ത് വന്നിരുന്നു. ലീഗ് നേതാവിന്റെ പേരിലുള്ള പുരസ്കാരം നദ്വിക്ക് കൈമാറും. സംസ്ഥയിലുള്ള ചിലർ ഇടതുപക്ഷവുമായി അടുക്കുവാൻ ശ്രമിക്കുന്നുവെന്ന തുറന്നു പറച്ചിലിന് പിന്നാലെ ലീഗ് അനുകൂലിയും സംസ്ഥ കേന്ദ്ര മുഷവറാംഗവുമായ ബഹാവുദ്ദീൻ നദ്വിയോട് സംസ്ഥാന നേതൃത്വം വിശദീകരണം തേടിയിരുന്നു. എഡിറ്റർ പദവിയിൽ ഉണ്ടെങ്കിലും സുപ്രഭാതം പത്രവുമായി ബഹാവുദ്ദീൻ നദ്വി ഏറെക്കാലമായി സഹകരിക്കുന്നുണ്ടായിരുന്നില്ല. അദ്ദേഹത്തിന്റെ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ ലേഖനം പ്രസിദ്ധീകരിക്കാത്തതാണ് ഇതിന് കാരണമെന്നാണ് പറയപ്പെടുന്നത്. മുസ്ലിം ലീഗുമായി സഹകരിച്ചു തന്നെയാണ് സമീപകാലം വരെ സമസ്ത മുന്നോട്ടു പോയിരുന്നത്. ഇക്കാര്യത്തിലുണ്ടായ മാറ്റമാണ് നദ്വി ചോദ്യം ചെയ്തത്. സമസ്തയുടെ കാരണം കാണിക്കൽ നോട്ടീസിന് വിധേയനായ ബഹാവുദ്ദീൻ നദ്വിക്ക് പ്രത്യക്ഷ പിന്തുണയുമായി മുസ്ലിം ലീഗ് രംഗത്ത് വന്നിരുന്നു. ലീഗ് നേതാവിന്റെ പേരിലുള്ള പുരസ്കാരം നദ്വിക്ക് കൈമാറും. ജൂൺ 3-ന് ചടങ്ങ് വിപുലമായി നടത്താനാണ് ലീഗ് നേതൃതല തീരുമാനം. സാദിഖ് അലി ശിഹാബ് തങ്ങൾ, പി കെ കുഞ്ഞാലിക്കുട്ടി, ET മുഹമ്മദ് ബഷീർ ഉൾപ്പെടെയുള്ള ഉന്നത നേതാക്കൾ പങ്കെടുക്കുന്ന പരിപാടി സമസ്തയിലെ ലീഗ് വിരുദ്ധർക്കുള്ള മറുപടിയായി മാറും. മുഷാവറ യോഗം ചേരുന്നതിനു മുൻപ് തന്നെ നദ്വിക്കുള്ള പിന്തുണ പരസ്യമാക്കലാണ് ലീഗ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. ലീഗിന്റെ മുതിർന്ന നേതാവായ കൊളത്തൂർ ടി മൗലവിയുടെ സ്മരണാർത്ഥം കൊളത്തൂർ മൗലവി എഡ്യൂക്കേഷണൽ ട്രസ്റ്റ് നൽകി വരുന്ന അവാർഡാണ് നദ്വിക്ക് കൈമാറുക. പരിപാടിയിൽ വെച്ച് നദ്വിയും ലീഗ് നേതാക്കളും നിലപാട് വ്യക്തമാക്കിയേക്കും. സുപ്രഭാതത്തിന്റെ നടത്തിപ്പിൽ വിയോജിപ്പുണ്ടെന്നും കൂടുതൽ കാര്യങ്ങൾ മുഷവറയിൽ പറയാമെന്നും ബഹാവുദ്ദീൻ നദ്വി നേതൃത്വത്തിന് നൽകിയ വിശദീകരണ കത്തിൽ നേരത്തെ എഴുതിയിരുന്നു. സമസ്തയിൽ ചിലർ ഇടതുപക്ഷവുമായി അടുക്കുവാൻ ശ്രമിക്കുന്നുണ്ടെന്നായിരുന്നു ബഹാവുദ്ദീൻ മുഹമ്മദ് നദ്വിയുടെ വിമർശനം. എല്ലാവർക്കും വ്യക്തമായതാണ് ഇക്കാര്യമെന്നും സുപ്രഭാതം പത്രത്തിന്റെ നയത്തിൽ മാറ്റമുണ്ടായെന്നും അദ്ദേഹം പ്രതികരിച്ചിരുന്നു. ലോക്സഭാ തിരഞ്ഞെടുപ്പ് സമയത്ത് CPM പരസ്യം സുപ്രഭാതം പ്രസിദ്ധീകരിച്ചതിനെതിരെ ലീഗ് പ്രവർത്തകർ വലിയ വിമർശനം ഉന്നയിച്ചിരുന്നു. എന്നാൽ പരസ്യം പ്രസിദ്ധീകരിക്കുന്നതിന് പത്രത്തിന് കൃത്യമായ പോളിസി ഉണ്ടെന്നും UDFന്റെ പരസ്യം ലഭിക്കാത്തതിനാലാണ് നൽകാതിരുന്നതെന്നുമായിരുന്നു ബഹാവുദ്ദീൻ നദ്വിയുടെ പ്രസ്താവനയാണ് സമസ്തയ്ക്കുള്ളിലെ ഒളിപ്പോരിനെ തുറന്ന പോരിലേക്ക് നയിച്ചത്. സുപ്രഭാതം ചീഫ് എഡിറ്ററും സമസ്ത മുഷവറാംഗവുമായ ബഹാവുദ്ദീൻ മുഹമ്മദ് നദ്വി ഇത്തരമൊരു പ്രസ്താവന നടത്തിയതിനു പിന്നിൽ അദ്ദേഹത്തിന്റെ ലീഗ് പ്രേമമാണെന്നാണ് സമസ്തയിലെ ലീഗ് വിരുദ്ധരുടെ വിമർശനം.
സമസ്ത ഇടതുപക്ഷത്തിന് അനുകൂലമായി പ്രവർത്തിക്കുന്നുവെന്ന വസ്തുത തന്നെയാണ് ലീഗ് സമസ്ത തർക്കങ്ങളിലെ പ്രധാന കാരണം. അന്തരിച്ച ഹൈദരലി തങ്ങൾ ലീഗ് സംസ്ഥാന പ്രസിഡന്റായിരുന്ന കാലം കുറെ കൂടി സൗഹൃദത്തിലായിരുന്നു പാണക്കാട് കുടുംബവും സമസ്ത നേതൃത്വവും. ജിഫ്രി തങ്ങൾ പാണക്കാട്ടെ ഇടയ്ക്കിടയ്ക്കുള്ള സന്ദർശകനായിരുന്നു. ആ ബന്ധം കാരണം ലീഗിനും സമസ്തയ്ക്കുമിടയിലെ ഒരുപാട് പ്രശ്നങ്ങളെ വേഗത്തിൽ പരിഹരിക്കാനും സാധിച്ചിരുന്നു. സാദിഖ് അലി തങ്ങൾ ലീഗ് സംസ്ഥാന പ്രസിഡന്റ് ആയ ശേഷമാണ് ജിഫ്രി തങ്ങളുമായി അഭിപ്രായ വ്യത്യാസങ്ങൾ തുടങ്ങുന്നത്. വഖഫ് ബോർഡ് നിയമനങ്ങൾ PSCക്ക് വിടുന്നുവെന്ന തീരുമാനമെടുക്കാൻ സർക്കാർ തുനിഞ്ഞപ്പോൾ മുതൽ സമസ്തയും ലീഗും തമ്മിൽ അസ്വാരസ്യങ്ങളുണ്ടായിരുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയൻ സമസ്ത നേതൃത്വത്തെ ചർച്ചയ്ക്ക് വിളിച്ചത് സമസ്തയ്ക്കും ലീഗിനുമിടയിൽ ഭിന്നത വർദ്ധിപ്പിച്ചു. അതേസമയം മർഹൂം കൊളത്തൂർ മൗലവിയുടെ പേരിലുള്ള എൻഡോമെന്റ് ബഹാവുദ്ദീൻ മുഹമ്മദ് നദ്വിക്ക് നൽകുന്നതുമായി ബന്ധപ്പെട്ട് നിരവധി വിവാദങ്ങൾ ഉയർന്നിരുന്നു. എന്നാൽ വിവാദം അനാവശ്യമെന്ന് മുസ്ലിം ലീഗ് നേതാവ് KPA മജീദ് പറഞ്ഞു. സമസ്തയിലെ അഭിപ്രായ ഭിന്നതകളും പുരസ്കാരം നൽകുന്നതും തമ്മിൽ ബന്ധം ഇല്ല എന്നും KPA മജീദ് ചൂണ്ടിക്കാണിച്ചു. മാർച്ചിൽ നൽകേണ്ട പുരസ്കാരം നീണ്ടുപോയത് റമദാനും തെരഞ്ഞെടുപ്പുമൊക്കെ വന്നതിനാലാണെന്നും KPA മജീദ് വ്യക്തമാക്കി. ഫേസ്ബുക്ക് കുറിപ്പിലൂടെയായിരുന്നു KPA മജീദിന്റെ വിശദീകരണം. സാദിഖ് അലി ശിഹാബ് തങ്ങൾ, PK കുഞ്ഞാലിക്കുട്ടി, ET മുഹമ്മദ് ബഷീർ ഉൾപ്പെടെയുള്ള ഉന്നത നേതാക്കൾ പങ്കെടുക്കുന്ന പരിപാടി സമസ്തയിലെ ലീഗ് വിരുദ്ധർക്കുള്ള മറുപടിയായി മാറുമെന്നും വിലയിരുത്തലുണ്ടായിരുന്നു. സമസ്ത നേതൃത്വത്തിലെ അഭിപ്രായ ഭിന്നതയ്ക്ക് പിന്നാലെ ചേരുന്ന മുഷാവറയ്ക്ക് മുൻപായി നദ്വിക്കുള്ള പിന്തുണ പരസ്യമാക്കലാണ് ലീഗ് ഇതിലൂടെ ലക്ഷ്യമിടുന്നതെന്നും വിലയിരുത്തപ്പെട്ടിരുന്നു. ഈ സാഹചര്യത്തിലാണ് KPA മജീദിന്റെ വിശദീകരണ കുറിപ്പെന്നതും ശ്രദ്ധേയമാണ്. പ്രധാന നേതാക്കൾ വേദിയിലെത്തുന്ന പുരസ്കാരദാന ചടങ്ങിൽ നേതാക്കൾ മൗനം ഭേദിക്കുമോ എന്നതും ആകാംക്ഷയാണ്.